നമ്മുടെ മൊഡ്യൂളിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളതും നിങ്ങൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സാമിനേഷൻ എഴുതാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഈ വിഷയത്തെ നമുക്ക് മനഃശാസ്ത്രം പഠിക്കുന്നത് പോലെ വളരെ സിമ്പിളായി പഠിക്കാം. എന്താണ് ഹിസ്റ്റോറിയോഗ്രാഫി? ഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിംഗ് ആണെന്നും ഹിസ്റ്ററി ഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം രചിക്കുന്നതാണ് എന്നും നമുക്കറിയാം. ചരിത്ര രചന ഹിസ്റ്റോറിയോഗ്രാഫി. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്കേവർക്കും സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. HSST ഹിസ്റ്ററി നോട്ടിഫിക്കേഷൻ ഉടൻ വരുമെന്ന് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഇതാ സുവർണാവസരം. എൻട്രിയിൽ HSST ഹിസ്റ്ററി ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്കായി താഴെ സ്ക്രോൾ ചെയ്ത് കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള, BEd എടുത്തിട്ടുള്ള, സെറ്റുള്ള, നെറ്റുള്ള, ഈവൻ PhD ഉള്ള കുട്ടികൾക്കെല്ലാവർക്കും അറിയാം, ഹിസ്റ്ററിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ഈ ഒരു ഏരിയ സാധാരണ മറ്റു മാനവിക വിഷയങ്ങൾ എടുത്തിട്ടുള്ളവർക്ക്, മറ്റു ശാസ്ത്ര വിഷയങ്ങൾ എടുത്ത് പഠിച്ചിട്ടുള്ളവർക്ക് ഒന്നും സുപരിചിതമല്ല. അപരിചിതമായ ആ ഒരു വിഷയത്തെ വീണ്ടും ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. We are going to move the biggest war in higher secondary level examinations, HSST history. HSST ഹിസ്റ്ററിയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു വിഷയമാണ്, ഒരു കോൺസെപ്റ്റാണ്. നമ്മുടെ മൊഡ്യൂളിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളതും നിങ്ങൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സാമിനേഷൻ എഴുതാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഈ വിഷയത്തെ നമുക്ക് മനഃശാസ്ത്രം പഠിക്കുന്നത് പോലെ വളരെ സിമ്പിളായി പഠിക്കാം. എന്താണ് ഹിസ്റ്റോറിയോഗ്രാഫി? ഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിംഗ് ആണെന്നും ഹിസ്റ്ററി ഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം രചിക്കുന്നതാണ് എന്നും നമുക്കറിയാം. ചരിത്ര രചന ഹിസ്റ്റോറിയോഗ്രാഫി. The term historiography means the writing of history. ചരിത്രം എഴുതുകയാണ്. ബാബറിനെ അറിയാം, അക്ബറിനെ അറിയാം, ഹുമയൂണിനെ അറിയാം, ജഹാംഗീറിനെ അറിയാം, അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ അറിയാം, അശോക ചക്രവർത്തി അറിയാം, ഇറാത്തോസ്തനീസിനെ അറിയാം, മെഖല്ലനെ അറിയാം, ചാൾസ് ഡാർവിനെ അറിയാം, എല്ലാവരെയും നിങ്ങൾക്കറിയാം. ഇവരൊക്കെ ചരിത്രത്തിന്റെ താളുകളിൽ വീരഗാഥ രചിച്ചത് ആരാണ് എഴുതിയത്? ഫസ്റ്റ് വേൾഡ് വാറിന്റെ ചരിത്രം ആരാണ് എഴുതിയത്? ഗ്രീക്ക് സിവിലൈസേഷന്റെ ചരിത്രം ആരാണ് എഴുതിയത്? ഹാരപ്പൻ സിവിലൈസേഷന്റെ ചരിത്രം ആരാണ് എഴുതിയത്? ചരിത്രത്തെ ആരാണ് എഴുതിയത്? ചരിത്രത്തെ രചിക്കുന്നതിന് പറയുന്ന പേരാണ് ഹിസ്റ്റോറിയോഗ്രാഫി. ആ ചരിത്രം രചിക്കുന്ന ആളിന് പറയുന്ന പേരാണ് ഹിസ്റ്റോറിയൻ. സോ the term historiography mean the writing of history and historiographer mean the historian. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രത്തെ രചിക്കുക എന്നുള്ളതാണ്. ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിന്, ഈ ഒരു കോൺസെപ്റ്റിന് നല്ല പ്രിവിലേജ് ഉള്ള 3 ഡെഫിനിഷൻസ് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ കണ്ടന്റ് എന്ന് അനലൈസ് ചെയ്യാൻ, എന്താണ് ഈ കണ്ടന്റ് എന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ, എന്താണ് ഈ കണ്ടന്റ് എന്ന് എവാലുവേറ്റ് ചെയ്യാൻ. ജസ്റ്റ് ലുക്ക്, ആർട്ട് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി. ആർട്ട് ഓഫ് റൈറ്റിംഗ് മാത്രമല്ല, ആർട്ട് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി, ചരിത്ര രചന. ആർട്ട് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി, that is historiography. The next one, science of writing history. Science, what is meant by science? Any systematized body of knowledge which can be verified at any time under any given circumstances. സ്വാഭാവികമായും ചരിത്ര രചനയുടെ ചരിത്രത്തെ രചിക്കുന്ന ശാസ്ത്രത്തെ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയാം. ചരിത്രത്തെ രചിക്കുന്ന കലയെ, ആർട്ടിനെ നമുക്ക് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയാം. Then the biggest and the most popular definition ever related to the concept historiography, history of history. ചരിത്രത്തിന്റെ ചരിത്രം. ഈ ചരിത്രം എങ്ങനെ രചിക്കപ്പെട്ടു എന്ന ചരിത്രം, ആ ചരിത്രത്തിന്റെ ചരിത്രമാണ് ഹിസ്റ്റോറിയോഗ്രാഫി. ആൻഡ് ദ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്, ചരിത്ര രചനയുടെ ചരിത്രമാണ് historiography. So these are the 3 important and most familiar definitions
related to historiography. First one, art of writing history. Second one, science of writing history. And the third one, history of history or the history of historical writing. നമുക്ക് നോക്കാം എന്താണ് ഹിസ്റ്റോറിയോഗ്രഫി. പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ജോഗ്രഫി, സിവിക്സ്, ആന്ത്രോപോളജി, പാലിയോntology, ഹിസ്റ്ററി, ഒരുപാട് വിഷയങ്ങൾ, മാനവിക വിഷയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മാനവിക വിഷയങ്ങളിൽ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് ഒരു പുത്തൻ വിഷയമാണ്. റീസെന്റ് ഒറിജിൻ ചെയ്തതാണ്. പക്ഷെ അതിന് ചരിത്ര പ്രാധാന്യമുണ്ട്. ചരിത്രം രേഖപ്പെടുത്തുന്ന, രചിക്കുന്ന കാലത്തിന് മുമ്പേ ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ റൈറ്റിംഗ്സ് ഉണ്ടായിട്ടുണ്ട്. അതായത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ചരിത്ര രചന എന്ന് പറയുന്ന, ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് റീസെന്റ് വന്നതാണ്. Intended to signify the development of historical writing through the ages. ചരിത്രത്തിന്റെ ദശാസന്ധികളിൽ, ചരിത്രത്തിന്റെ നൂറ്റാണ്ടുകളിൽ ചരിത്ര രചന കാലഘട്ടങ്ങൾക്കനുസൃതമായി എങ്ങനെ വികസിച്ചു, കാലാന്തരത്തിൽ ഇന്നത്തെ രൂപത്തിലേക്ക് എങ്ങനെ എത്തി, ചരിത്ര രചനയുടെ ചരിത്രം എന്താണ് എന്നുള്ളത് കാലഘട്ടങ്ങൾക്കനുസൃതമായി പഠിക്കുന്നതാണ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന റീസെന്റ് കോയിനേജ് സബ്ജക്റ്റ്. The word historiography is a recent coinage intended to signify the development of historical writing through the ages, through the ages, through the decades, through the decades, through the century. Okay, then the next. എവിടെ നിന്നാണ് തുടക്കം? ചരിത്ര രചന എവിടെ നിന്നാണ്? എടോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എ ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, സോ മെനി സിവിലൈസേഷൻസ് അല്ലേ? ഇതിൽ ഏറ്റവും പഴയതുകളിൽ ഏറ്റവും, എന്നാൽ ചരിത്രത്തിന്റെ ദശാസന്ധികളിൽ സുവർണ ലിപികൾ കൊണ്ട് ഉല്ലേഖനം ചെയ്യാൻ പര്യാപ്തമായ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതുമായ ഒരു സിവിലൈസേഷൻ ഉണ്ട്. ഗ്രീക്ക് സിവിലൈസേഷൻ ഉണ്ട്, റോമൻ സിവിലൈസേഷൻ ഉണ്ട്. സോ ദ origin, who is considered as the originator of historiography? The Greek civilization. നിങ്ങളുടെ മൊഡ്യൂളിൽ ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന പ്രൈമറി പോർഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം, HSST ഹിസ്റ്ററിയുടെ മൊഡ്യൂളിൽ. സോ who is considered as the originator of historiography? Just a consideration, the Greek. And the next one, the homeland of historiography. നമ്മുടെ ഈ ശ്രീധരൻ സാറിന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കോൺസെപ്റ്റ്, the homeland of historiography, and Ionia was the home of Iliad. എന്താണ് the homeland of historiography? ചരിത്രത്തിന്റെ ഹോംലാൻഡ് എന്നറിയപ്പെടുന്നത്, ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഹോംലാൻഡ് എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയോണിയ. അതിന് മറ്റൊരു ജനറൽ നോളജ് ആസ്പെക്ട് കൂടി ഞാൻ അങ്ങ് തരികയാണ്. ഫ്രം ദ മെറ്റീരിയൽ ദാറ്റ് ഈസ് Ionia was the home of Iliad, the greatest two epic in the initial time of writing or skills activities, that is Iliad and Odyssey. So Ionia was the home of Iliad. നമ്മൾ ഇനി ഈ ചരിത്ര രചനയുടെ ചരിത്രം പ്രീ ക്ലാസിക്കൽ ടൈംസിൽ എങ്ങനെയായിരുന്നു, ആ കാലഘട്ടത്തിലെ വസ്തുതകൾ സമൂഹത്തിലേക്കും പിൽക്കാലത്ത് ചരിത്ര രചനയിലേക്കും വന്നത് എന്ന് നോക്കാം. ഹിസ്റ്ററി ഓഫ് പ്രീ ക്ലാസിക്കൽ ടൈം. Herbert Butterfield distinguishes mainly three types of compositions in the pre-classical times in the West that may be said to contain historical information of some kind. Pre-classical ടൈമിൽ പ്രധാനമായും 3 സോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ 3 സോഴ്സുകളായിരുന്നു അറിവുകളെ അല്ലെങ്കിൽ ചരിത്രത്തെ മുൻധാരയിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിച്ചിരുന്നത്. അല്ലെങ്കിൽ 3 തരത്തിൽ ഹിസ്റ്റോറിയോഗ്രഫിയെ, ഇന്ന് കാണുന്ന ഹിസ്റ്റോറിയോഗ്രഫിയെ സ്വാധീനിച്ച 3 ഘടകങ്ങൾ. ഫസ്റ്റ് വൺ ബല്ലാഡ്സ് ആൻഡ് എപ്പിക്സ്, സെക്കൻഡ് വൺ ആനൽസ് കമമറേറ്റിംഗ് റൂളേഴ്സ്, ആൻഡ് ദ തേർഡ് വൺ ഹീബ്രു സ്ക്രിപ്ചേഴ്സ്. എന്താണ് ബല്ലാഡ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, എ ബല്ലാഡ് റെഫേഴ്സ് ടു എ സോങ് ഓർ എ പോയം ദാറ്റ് യൂഷ്വലി ടെൽസ് എ സ്റ്റോറി. ഒരു കഥ പറയുന്ന ചെറിയ പാട്ടുകൾ. നമുക്ക് സിമ്പിളായിട്ട് മോഡേൺ ഔട്ട്ലുക്കിൽ ചിന്തിച്ചാൽ ചെറിയ പാട്ടുകൾ. നമ്മൾ പണ്ട്
വടക്കൻ മലബാറിലേക്ക് വായ്പാട്ട് അല്ലെങ്കിൽ ഈ പാട്ടുപാടി കഥകൾ പറഞ്ഞിരിക്കുന്ന സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ചെറിയ പാട്ടുകളാണ് ചരിത്രം പറയുന്ന, കഥ പറയുന്ന ചെറിയ പാട്ടുകൾ, ബല്ലാഡ്. ഇനി രണ്ടാമത്തതാണ് എപ്പിക് എന്ന് പറയുന്നത്. എപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിഹാസമാണ്, ഇതിഹാസ്. ബല്ലാഡ് ആൻഡ് എപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബല്ലാഡ് ഷോർട്ട് സോങ്, ഷോർട്ട് സ്റ്റോറി ആണ് എങ്കിൽ എപ്പിക് എ ലോങ് നറേറ്റീവ് പോയം ഇൻ എലവേറ്റഡ് സ്റ്റൈൽ റീകൗണ്ടിങ് ദ ഡീഡ്സ് ഓഫ് എ ലെജൻഡറി ഓർ ഹിസ്റ്റോറിക്കൽ ഹീറോ. ഒരു ചരിത്ര പുരുഷന്റെ ലെജൻഡറി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വീരഗാഥകൾ വാഴ്ത്തിപ്പാടുന്ന ഇതിഹാസ കൃതിയാണ്. ഈ കൃതിയാണ്, ഇതിഹാസങ്ങളാണ്. അതിനെ രചനയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് തൽക്കാലം കഴിയില്ല. അതിനെയാണ് നമ്മൾ എപ്പിക് അഥവാ ഇതിഹാസങ്ങൾ എന്നറിയപ്പെടുന്നത്. There are two important legendary epic in the entire world of ancient time named as the Iliad and the Odyssey. The Iliad and Odyssey are the best example of epic wrote Homer. ഹോമറുടെ ഇലിയഡ്, ഒഡീസി എന്ന് പറയുന്ന രണ്ട് എപ്പിക്കാണ്. ആ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിലെ ചരിത്രം രചിക്കപ്പെട്ടത് അല്ലെങ്കിൽ ചരിത്ര വസ്തുതകൾ ഉള്ളത്. അപ്പോൾ ബല്ലാഡ്സ് ആൻഡ് എപ്പിക് എന്ന് പറയുന്ന ടു ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ടു ഗെറ്റ് സം ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് പീരീഡ്. അതാണ് പ്രീ ക്ലാസിക്കൽ ടൈമിലെ ഒന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് അനൽസ് കൊമമറേറ്റിംഗ് റൂളേഴ്സ്, അതായത് രാജാക്കന്മാരുടെ, ഭരണകർത്താക്കളുടെ അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അനൽസ് കൊമമറേറ്റിംഗ് റൂളേഴ്സ്. And the third one, Hebrew scriptures. All of you know that Hebrew language is primitive language. അല്ലേ? പഴയ ലാംഗ്വേജ് ആണ് ഹീബ്രു ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഈ ഹീബ്രു ലാംഗ്വേജ്, ഹീബ്രു സ്ക്രിപ്റ്റേഴ്സിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പ്രീ ക്ലാസിക്കൽ ടൈംസിൽ. സോ അതാണ് ഹെർബർട്ട് ബട്ടർഫീൽഡ് ഡിസ്റ്റിംഗ്വിഷ് മെയിൻലി 3 type of compositions in the pre-classical times in the West that may be set of contains historical information of some kind. ഓക്കെ, ഇനി ഈ പറഞ്ഞത് കൂടാതെ രണ്ട് പ്രധാനപ്പെട്ട സോഴ്സസ് കൂടി ഞാൻ പറയുകയാണ്. ഒന്ന് ബാർഡ്സ് എന്ന് പറയും. ബാർഡ്സ് BARDS. ബാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് സിംഗേഴ്സ് ആണ്, കവലപ്പാട്ടുകാർ എന്ന് പറയും. കവലയിലൊക്കെ പാടുന്ന പാട്ടുകാർ, അത് ഓരോ സംഭവങ്ങളെ കുറിച്ചായിരിക്കും അവർ പാടുന്നത്. അത് വളരെ മർമ്മപ്രധാനപ്പെട്ട ഒന്നായിരുന്നു. Then the next one, the most important that mentioned in your textbook, that is ലോഗോഗ്രാഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ലോഗോഗ്രാഫി എന്താണ്? 5th century BC സ്റ്റാർട്ട് ചെയ്തതാണ് ലോഗോഗ്രാഫി എന്ന് പറയുന്നത്. നറേറ്റഡ് ഈവൻ ഇൻ ദി ഫോം ഓഫ് പോയിട്രി, അതായത് കവിതാരൂപത്തിൽ സംഭവങ്ങളെ കവിതാരൂപത്തിൽ നരേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ ലോഗോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു സ്ട്രീറ്റ് സിംഗേഴ്സിനെ പോലെ തന്നെയാണ്. ദെൻ മെയ്ഡ് ലോക്കൽ ഹിസ്റ്ററി ആസ് ദെയർ സബ്ജക്റ്റ്. അവരുടെ പാട്ടുകളിൽ വരുന്ന അല്ലെങ്കിൽ അവരുടെ പോയട്രിയിൽ വരുന്ന, അവരുടെ പോയട്രി നരേഷനിൽ വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള സംഭവങ്ങളാണ്. പ്രാദേശികമായ സംഭവങ്ങൾ അവർ സ്ട്രീറ്റ് സിംഗറായിട്ട് ലോഗോഗ്രാഫേഴ്സായിട്ട് വന്നു നിന്ന് അവർ പാടും. മാർക്ക് ദ ട്രാൻസിഷൻ ഫ്രം മിത്ത് ടു ഹിസ്റ്ററി. അപ്പോൾ ലോക്കൽ ഹിസ്റ്ററി ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി റിയാലിറ്റി വരുവാണ്. അതിനു മുമ്പ് നമ്മൾ ഈ എപ്പിക്സുകളിലും അതുപോലെ തന്നെ ബലാഡ്സിലും ഒക്കെ പറയുന്ന കോൺസെപ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിഹാസങ്ങളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജാക്കന്മാരുടെയും അവരുടെ പ്രവൃത്തികളെയും എല്ലാം ലെജൻഡറി ആയിട്ട്, അമാനുഷികരായിട്ട് ചിത്രീകരിച്ചു കൊണ്ടായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് റിലയബിലിറ്റി കുറവാണ്. അതിനെ നമുക്ക് അൺസയന്റിഫിക് ഇൻഫർമേഷൻ എന്ന് നമുക്ക് പറയാം. ബട്ട് അത് കഴിഞ്ഞു വന്ന ഈ ലോഗോഗ്രാഫേഴ്സ്, ദാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് മെൻഷൻഡ് ആണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നതാണ്. മിത്തിൽ നിന്നും റിയൽ ഹിസ്റ്ററിയിലേക്കുള്ള ഒരു വലിയ ട്രാൻസിഷൻ ആയിരുന്നു ലോഗോഗ്രാഫേഴ്സിന്റെ വരവ് എന്ന് പറയുന്നത്. അപ്പോൾ ലോഗോഗ്രാഫേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ പ്രൈമറി സോഴ്സ് ഓഫ് എവിഡൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിള്ളേരെ നമുക്ക് ചരിത്ര രചനയിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ചരിത്ര രചന എവിടെ നിന്നാണ് ആരംഭിച്ചത്, ആരാണ് ആരംഭിച്ചത് എന്ന് നിങ്ങൾക്ക് ഒന്ന് നോക്കാം. ഈ ബോർഡിൽ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് വിശ്വവിഖ്യാതനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. കാരണം ഇദ്ദേഹം നിങ്ങളുടെ വിഷയമായി ഏറ്റവും ആധികാരികമായി ഏറ്റവും പരമപ്രധാനമായി പറയേണ്ട ഒരു പേരാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഹെറോഡോട്ടസ് എന്ന് പറയുന്നത്. ഹെറോഡോട്ടസ് +1 ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു തുടങ്ങിയതാണ്. +1 മുതലേ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന നമ്മുടെ ഹിസ്റ്ററിയുടെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ വിശദീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഹെറോഡോട്ടസ് എന്ന് പറയുന്ന ഗ്രീക്ക് മനുഷ്യൻ. അപ്പോൾ ഹെറോഡോട്ടസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഹെറോഡോട്ടസ് ബോൺ
in Halicarnassus about 484 BC. ഏകദേശം 484 BC-യിൽ ഹാലിക്കാർനാസസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഹെറോഡോട്ടസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജനിച്ചത്. കാരണം ഇദ്ദേഹത്തിന് അനവധിയായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ പലപ്പോഴും HSST ഹിസ്റ്ററി പരീക്ഷകളിൽ ചോദ്യപേപ്പറിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. ഫാദർ ഓഫ് ഹിസ്റ്ററി ഹെറോഡോട്ടസ്, ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസിനെയാണ്. ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസിനെയാണ്. ദ ടൈറ്റിൽ കൺഫേർഡ് ഓൺ ഹിം ബൈ ദ ഏൻഷ്യന്റ് റോമൻ ഒറേറ്റർ സിസറോ. അതായത് റോമിലെ ഏൻഷ്യന്റ് ഒറേറ്റർ ആയിട്ടുള്ള, പ്രഭാഷകനായിട്ടുള്ള ഏൻഷ്യന്റ് ഒറേറ്റർ ഓഫ് റോം സിസറോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തെ, ഹെറോഡോട്ടസിനെ ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ചരിത്രത്തിന്റെ പിതാവ് എന്ന് ഹെറോഡോട്ടസിനെ വിശേഷിപ്പിച്ചത് ഏൻഷ്യന്റ് റോമൻ ഒറേറ്റർ ആയിട്ടുള്ള സിസറോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹി റോട്ട് ദ ഹിസ്റ്ററീസ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെയിം. ദ ഹിസ്റ്ററീസ് എന്ന ഗ്രന്ഥം രചിച്ച, എന്ന എഴുത്ത് രചിച്ച വ്യക്തിയാണ് ഈ ഹെറോഡോട്ടസ് എന്ന് പറയുന്നത്. ഈ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം റിലേറ്റഡ് ടു ഗ്രീക്കോ പേർഷ്യൻ വാസ്, അതായത് ഗ്രീക്കോ പേർഷ്യൻ വാസിന്റെ ചരിത്രം പറഞ്ഞ ഒരു ഗ്രന്ഥമായിരുന്നു ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്നത്. ദ ഹിസ്റ്ററീസ് രചിച്ചത് ഹെറോഡോട്ടസ് ആണ്. ദ ഫാദർ ഓഫ് ഹിസ്റ്ററി ഹെറോഡോട്ടസ് ആണ്. ഹെറോഡോട്ടസിനെ അങ്ങനെ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് വിശേഷിപ്പിച്ചത് ഏൻഷ്യന്റ് റോമൻ ഒറേറ്റർ ആയിട്ടുള്ള സിസറോ എന്ന് പറയുന്ന വ്യക്തിയാണ്. നമുക്ക് നോക്കാം. He is widely considered to have been the first writer to have treated historical subject using a method of systematic investigation. ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷനിലൂടെ ആദ്യമായി ഹിസ്റ്റോറിക്കൽ സബ്ജക്റ്റിനെ, ഹിസ്റ്റോറിക്കൽ എവിഡൻസിനെ റൈറ്റ് ചെയ്ത വ്യക്തി ആയതുകൊണ്ടാണ് ഹെറോഡോട്ടസിനെ ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് റിലേറ്റഡ് ടു കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹി ഈസ് വൈഡ്ലി കൺസിഡേർഡ് ടു ഹാവ് ബീൻ ദ ഫസ്റ്റ് റൈറ്റർ ടു ഹാവ് ട്രീറ്റഡ് ഹിസ്റ്റോറിക്കൽ സബ്ജക്ട് യൂസിംഗ് എ മെത്തേഡ് ഓഫ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ. Then history is derived from the Greek word historia, ISTORIA. നിങ്ങൾക്ക് വളരെ പ്രാധാന്യത്തോടെ അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. History is derived from the Greek word historia, meaning inquiry, research, exploration or information. എന്താണ് ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം inquiry, research, exploration or information. So the word history has been derived from the Greek word historia, which means inquiry, research, exploration or information. നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകളിലേക്ക് എത്താം എൻട്രിയുടെ HSST ഹിസ്റ്ററി ക്ലാസ്സുകളിലൂടെ. നിങ്ങൾക്ക് കൂടുതൽ അറിവിലേക്കും ആ അറിവ് നിങ്ങളുടെ മർമ്മപ്രധാനമായ ഇനി വരുന്ന HSST എക്സാമിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഒരിക്കൽ കൂടി പറയുന്നു, താഴെ സ്ക്രോൾ ചെയ്ത് കാണുന്ന നമ്പറിൽ നിങ്ങൾ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക. ഹിസ്റ്റോറിയോഗ്രാഫി ആയാലും, റിനൈസൻസ് ആയാലും, വേൾഡ് ഹിസ്റ്ററി ആയാലും, ഇന്ത്യൻ ഹിസ്റ്ററി ആയാലും, കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ആയാലും, ജനറൽ പേർപ്പസ് ആയാലും, സബ്ജക്റ്റ് ആയാലും, ഏത് സബ്ജക്റ്റിനെയും ആഴത്തിലും പരപ്പിലും വിശാലമായും ശാസ്ത്രീയമായും പഠിപ്പിച്ച് നിങ്ങളുടെ സ്വപ്ന യാഥാർത്ഥ്യമായ ഉദ്യോഗത്തിലേക്ക് എത്തിക്കാൻ എൻട്രി തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ?